എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. നൗഫലാണ്, വീട്ടിലാണ്. നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഒരു 3-4 ദിവസമായി. കുറച്ച് തിരക്കിലായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ, ഇപ്പോൾ ഉള്ള ജോലിയൊന്നും മാറ്റിയിട്ട് മറ്റൊരു ജോലി നോക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള തിരക്കിലായിരുന്നു. 7 ദിവസം മുന്നേ, അതായത് ഏകദേശം ഒരു 8 ദിവസം മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഖത്തർ എയർപോർട്ടിലേക്ക് വന്നിട്ടുള്ള വേക്കൻസികളെ കുറിച്ച്. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കുള്ള വേക്കൻസികൾ ഉണ്ട് എന്നുള്ളത്. എന്നാൽ എല്ലാ വേക്കൻസികളും അങ്ങനെ പറഞ്ഞു പോവുകയാണ് നമ്മൾ ചെയ്തത്. ഇതിൽ പ്രത്യേകമായിട്ട് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കുള്ള വേക്കൻസി ഏതാണെന്നൊന്നും പറഞ്ഞു പോയിരുന്നില്ല. അപ്പോൾ യൂട്യൂബ് വീഡിയോക്ക് താഴെ എന്നല്ല, വാട്സപ്പിലാണ് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുകയുണ്ടായി. അതിൽ ഏതാണ് ബ്രോ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കുള്ള വേക്കൻസി എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ടായി. അപ്പോൾ ഞാൻ പിന്നെ കരുതി അതൊരു കണ്ടന്റ് ആയിട്ടാണ് ചെയ്യാന്നുള്ളത്. അതായത് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഖത്തർ എയർവേസ് എന്ന കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ജോലിയൊഴിവുകൾ എന്തൊക്കെയാണ്, ആർക്കൊക്കെ അതിലേക്ക് അപേക്ഷിക്കാം, ഏകദേശം സാലറി എത്രയാണ്, എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ കരുതിയത്. ആ ഒരു വീഡിയോ ആണ് ഇത് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ വീഡിയോ പറയുമ്പോൾ പ്രത്യേകം എടുത്ത് പറയട്ടെ, ഇത് ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ്. അതായത് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള എക്സ്പെൻസും ഇല്ലാതെ ഖത്തർ എയർവേസ് എന്ന കമ്പനി ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്ന വേക്കൻസികളാണ്. ഇതിനിടയിൽ ഏജൻസികളില്ല, മറ്റാരും തന്നെ ഇല്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, ഫ്രീ ആയിട്ട് ജോലി നേടാം. അപ്പോൾ സകല കാര്യങ്ങൾ വീഡിയോ വിശദമായിട്ട് പറയുന്നുണ്ട്. അഥവാ കുറച്ച് ലെങ്ത് വീഡിയോ കൂടാനുള്ള സാധ്യത ഉണ്ട്. കാരണം 14ഓളം പോസ്റ്റുകളിലേക്കാണ് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന വേക്കൻസികൾ നിലവിൽ ഖത്തർ എയർവേസ് എന്ന കമ്പനിയിലേക്ക് വന്നിട്ടുള്ളത്. സകല കാര്യങ്ങളും വീഡിയോയിൽ പറയുന്നു, വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ. ഖത്തർ എയർവേസ് എന്ന കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് ആദ്യം പറഞ്ഞു പോവാം. സ്പാ തെറാപ്പിസ്റ്റ്, ഷോപ്പ് സൂപ്പർവൈസർ, സീനിയർ സെയിൽസ് അസിസ്റ്റന്റ്, സെയിൽസ് അസിസ്റ്റന്റ്, ഓഫീസ് ക്ലീനിംഗ് സ്റ്റാഫ്, ഹെൽപ്പർ, ഓഫീസ് അസിസ്റ്റന്റ്, ജൂനിയർ ബാരിസ്റ്റ, ഹോസ്റ്റസ്, ഫുഡ് ആൻഡ് ബിവറേജ് സൂപ്പർവൈസർ, ഫുഡ് ആൻഡ് ബിവറേജ് ടീം ലീഡർ, ഫുഡ് ആൻഡ് ബിവറേജ് പ്രൊജക്ട് ഓഫീസർ, ഫുഡ് ആൻഡ് ബിവറേജ് ഫുഡ് സർവീസ് അസിസ്റ്റന്റ്, ബാർ ടെൻഡർ, ബാരിസ്റ്റ, എയർപോർട്ട് സർവീസ് ഏജന്റ്. ഇത്രയും പോസ്റ്റുകളിലേക്കാണ് നിലവിൽ ഖത്തർ എയർപോർട്ടിലേക്ക് അല്ലെങ്കിൽ ഖത്തർ എയർവേസ് എന്ന കമ്പനിയിലേക്ക് ജോലി ഒഴിവുള്ളത്. എല്ലാം തന്നെ ദോഹയിലേക്കാണ് കേട്ടോ. ഇതിലേക്ക് ഖത്തർ എയർവേസ് എന്ന കമ്പനിയിലേക്ക് വേക്കൻസി, അതായത് ഫ്ലൈറ്റിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. അതേപോലെ തന്നെ ഡ്യൂട്ടി ഫ്രീയിൽ വർക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. മറ്റ് എയർപോർട്ട് ജോലികളുമുണ്ട്. എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ഇവിടെ വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി സ്പാ തെറാപ്പിസ്റ്റ് എന്ന പോസ്റ്റിലേക്കാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഗവൺമെന്റ് അംഗീകൃത കോഴ്സ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. മിനിമം 1 വർഷത്തെങ്കിലും ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഈ ഒരു ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് സാലറി ഏകദേശം 2500 ഖത്തർ റിയാലായിരിക്കും ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല, അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ബാച്ചിലർ ഡിഗ്രി നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു സ്പാ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ വന്നിട്ടുള്ള രണ്ടാമത്തെ വേക്കൻസി ഷോപ്പ് സൂപ്പർവൈസർ എന്നൊരു പോസ്റ്റിലേക്കാണ്. മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഹൈസ്കൂൾ ക്വാളിഫിക്കേഷൻ ഉള്ളവരെയാണ് ഇവിടെ പരിഗണിക്കുന്നത്. സ്റ്റാർട്ടിംഗ് സാലറി ഏകദേശം 3000-3500 ഖത്തർ റിയാലായിരിക്കും ഉണ്ടാവുക. ഒരു കാര്യം എടുത്ത് പറയട്ടെ, ഇത് ഏകദേശം സാലറിയാണ് ഞാൻ പറയുന്നത്. കമ്പനി ഇവിടെ സാലറി കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക. ഞാൻ ഈ പറയുന്ന സാലറികളെല്ലാം തന്നെ എൻ്റെ ഏകദേശം ഒരു ഐഡിയ ആണ്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഒരു സാലറി കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ വേക്കൻസി വന്നിട്ടുള്ളത് സീനിയർ സെയിൽസ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്കാണ്. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള മിനിമം 2 വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം ഉള്ളവരെയാണ് ഈ ഒരു പോസ്റ്റിലേക്കായിട്ട് പരിഗണിക്കുന്നത്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതായത് നന്നായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. ഏകദേശം ഒരു ഇവിടെയും 2500 അല്ലെങ്കിൽ 3000 ഖത്തർ റിയാലായിരിക്കും നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് സാലറി ആയിട്ട് ഉണ്ടാവുക. അടുത്ത വേക്കൻസി സെയിൽസ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ്. മിനിമം 1 വർഷത്തെങ്കിലും സെയിൽസ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള, നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക, ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് അല്ലെങ്കിൽ പ്രീമിയം ഷോപ്പുകൾ, അതായത് ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്പുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവരിൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും മുൻഗണന ഉണ്ടായിരിക്കും. മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായാലും മതി. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 2000 ഖത്തർ റിയാലായിരിക്കും നിങ്ങൾക്ക് ഇവിടെ സാലറി ഉണ്ടാവുക. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കണം. ഖത്തർ എയർപോർട്ടിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി ഓഫീസ് ക്ലീനിംഗ് സ്റ്റാഫ് അല്ലെങ്കിൽ ഹെൽപ്പർ എന്ന പോസ്റ്റിലേക്കാണ്. ഇവിടെ ക്ലീനിംഗ് സ്റ്റാഫ്, ഹെൽപ്പർ എന്ന പോസ്റ്റുകളിലേക്ക് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ മതി. ക്ലീനിങ് ആണല്ലോ, ഭാഷ മറ്റു കാര്യങ്ങളൊന്നും അറിയേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. കാരണം ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളുകളെ മാത്രമേ ഇവിടെ ഓഫീസ് ക്ലീനിങ് അല്ലെങ്കിൽ ഹെൽപ്പർ എന്ന പോസ്റ്റിലേക്ക് പരിഗണിക്കുന്നുള്ളൂ. ഓർക്കുക, ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യരുത്. നന്നായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിയണം. മിനിമം സാലറി 2000 ഖത്തർ റിയാലായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ 3 വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. കൂടാതെ കമ്പ്യൂട്ടർ സ്കില്ലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മുൻഗണന ഉണ്ടായിരിക്കും. അത് ഓഫീസ് വർക്കാണല്ലോ വരുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ സ്കില്ലൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും, മുൻഗണന ഉണ്ടായിരിക്കും. ഈ MS ഓഫീസ് കാര്യങ്ങളുണ്ടല്ലോ, MS വേഡ്, MS എക്സൽ, പവർ പോയിന്റ്, അങ്ങനെയുള്ള MS ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള കമ്പ്യൂട്ടർ സ്കിൽ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും.
ഖത്തർ എയർവേസിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി ജൂനിയർ ഓഫീസ് അസിസ്റ്റന്റ് എന്നൊരു പോസ്റ്റിലേക്കാണ്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, അതായത് നിങ്ങൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിയണം. ഓക്കെ, അത് മാത്രമല്ല ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇവിടെ പരിഗണിക്കുന്നുണ്ട്. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായാൽ മതി. ഫ്രഷർ ആണെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണെങ്കിൽ ഇവിടെ പരിഗണിക്കുന്നത് 3000 മുതൽ അങ്ങോട്ടായിരിക്കും നിങ്ങൾക്ക് സാലറി കാര്യങ്ങൾ ഉണ്ടാവുക. 3000 ഖത്തർ റിയാൽ മുതൽ അങ്ങോട്ടായിരിക്കും സാലറി. ഏകദേശം സാലറിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ജൂനിയർ ബാരിസ്റ്റ എന്ന പോസ്റ്റിലേക്കാണ്. 3000 ഖത്തർ റിയാലായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക. ഹൈസ്കൂൾ ക്വാളിഫിക്കേഷനുള്ള അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇവിടെ പരിഗണിക്കുന്നുണ്ട്. അടുത്ത വേക്കൻസി വരുന്നത് ഹോസ്റ്റസ് എന്ന പോസ്റ്റിലേക്കാണ്. 3000 മുതൽ 5000 ഖത്തർ റിയാലായിരിക്കും നിങ്ങൾക്ക് ഇവിടെ സാലറി. മിനിമം ഹൈസ്കൂൾ ക്വാളിഫിക്കേഷനും 2 വർഷത്തെ എക്സ്പീരിയൻസും, ഈ ഒരു ഹോസ്റ്റസ് മേഖലയിൽ 2 വർഷത്തെ എക്സ്പീരിയൻസുമുള്ള ആളുകളെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് പരിഗണിക്കുന്നത്. സാലറി ഞാൻ പറഞ്ഞു ഓർക്കുക, മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരിക്കണം. അടുത്ത വേക്കൻസി വരുന്നത് ഫുഡ് ആൻഡ് ബിവറേജ് സൂപ്പർവൈസർ എന്നൊരു പോസ്റ്റിലേക്കാണ്. ഹൈസ്കൂൾ ക്വാളിഫിക്കേഷനുള്ള മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള HACP അല്ലെങ്കിൽ FSSC യിലെ എക്സ്പീരിയൻസ് ഉള്ള കമ്പ്യൂട്ടർ സ്കില്ലുള്ള ആളുകളെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ഇവിടെ പരിഗണിക്കുന്നത്. നിങ്ങൾക്ക് മിനിമം സാലറി ഉണ്ടാവുക 4500 ഖത്തർ റിയാലായിരിക്കും. ഇവിടെ ഈ ഒരു മേഖലയിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമായിട്ട് കമ്പനി ചോദിച്ചിട്ടുണ്ട്. അടുത്ത വേക്കൻസി വരുന്നത് ഫുഡ് ആൻഡ് ബിവറേജ് ടീം ലീഡർ എന്ന പോസ്റ്റിലേക്കാണ്. ഹൈസ്കൂൾ ക്വാളിഫിക്കേഷനുള്ള മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളെയാണ് ഈ ഒരു പോസ്റ്റിലേക്കായിട്ട് പരിഗണിക്കുന്നത്. നിങ്ങൾക്കൊരു മാസം സ്റ്റാർട്ടിംഗ് സാലറി ഉണ്ടാവുക 3000 ഖത്തർ റിയാലായിരിക്കും ഉണ്ടാവുക. ഏകദേശം സാലറിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി വരുന്നത് ഫുഡ് ആൻഡ് ബിവറേജ് പ്രൊജക്ട് ഓഫീസർ എന്നൊരു പോസ്റ്റിലേക്കാണ്. ഹൈസ്കൂൾ ക്വാളിഫിക്കേഷനും മിനിമം 4 വർഷത്തെ എക്സ്പീരിയൻസും, അതായത് ഹോസ്പിറ്റാലിറ്റിയിലോ ഏവിയേഷനിലോ മിനിമം 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് പരിഗണിക്കുന്നത്. കമ്പ്യൂട്ടർ സ്കില്ല് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. MS ഓഫീസ് കാര്യങ്ങളെല്ലാം വെള്ളം കുടിച്ച മാതിരി, അതായത് അത്രയും മികച്ച രീതിയിൽ അറിയുന്ന ആളുകളെ മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് പരിഗണിക്കത്തുള്ളൂ. സ്റ്റാർട്ടിംഗ് സാലറി നിങ്ങൾക്ക് ഒരു 3500 4000 ഖത്തർ റിയാലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഖത്തർ എയർവേസിലേക്ക് വന്ന അടുത്ത വേക്കൻസി ഫുഡ് സർവീസ് അസിസ്റ്റന്റ് എന്നൊരു പോസ്റ്റിലേക്കാണ്. ഇവിടെ സ്റ്റാർട്ടിംഗ് സാലറി ഉണ്ടാവുക 2500 ഖത്തർ റിയാലായിരിക്കും. നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായാൽ മതി. കൂടാതെ ഫ്രഷർ ആണെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണെങ്കിലും ഇവിടെ പരിഗണിക്കുന്നുണ്ട്. ഓർക്കുക, ഇവിടെ ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കുന്നുണ്ട്. ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കണം. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ബാർടെൻഡർ എന്നൊരു പോസ്റ്റിലേക്കാണ്. മിനിമം 1 വർഷത്തെയെങ്കിലും ബാർടെൻഡർ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് പരിഗണിക്കുന്നത്. 2500 അല്ലെങ്കിൽ 3000 ഖത്തർ റിയാലൊക്കെ ആയിരിക്കും ഇവിടെയും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ബാരിസ്റ്റ എന്നൊരു പോസ്റ്റിലേക്കാണ്. 3000 ഖത്തർ റിയാൽ മുതലായിരിക്കും നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് സാലറി ഉണ്ടാവുക. ഇവിടെ എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. 2 വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. കൂടാതെ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനുള്ള കഴിവും ഉണ്ടായിരിക്കണം. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് എയർപോർട്ട് സർവീസ് ഏജന്റ് എന്നൊരു പോസ്റ്റിലേക്കാണ്. മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ്, 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ, മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഇവിടെ ചോദിച്ചിട്ടുണ്ട് സെയിം മേഖലയിൽ. അതേപോലെ തന്നെ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, നന്നായിട്ട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കണം. സ്റ്റാർട്ടിംഗ് സാലറി നിങ്ങൾക്ക് ഉണ്ടാവുക ഏകദേശം 4000 ഖത്തർ റിയാലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇത്രയും വേക്കൻസികളാണ് നിലവിൽ ഖത്തർ എയർവേസ് എന്ന കമ്പനിയിലേക്ക് വന്നിട്ടുള്ളത്. അതിലേക്ക് ഉള്ള യോഗ്യത ഞാൻ പറഞ്ഞു, ഏകദേശം സാലറി ഞാൻ പറഞ്ഞു. വീണ്ടും പറയുകയാണ്, ഇത് കമ്പനി പറഞ്ഞിട്ടുള്ള സാലറി അല്ല, ഏകദേശം ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഏകദേശം സാലറിയാണിത്. കമ്പനി ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു സാലറി കിട്ടും. മാൻ പവർ വഴിയാണെങ്കിൽ ഈ ഒരു സാലറി നിങ്ങൾക്ക് കിട്ടില്ല. ഇതിന്റെ പകുതി അല്ലെങ്കിൽ ഏകദേശം ഒരു 75%, ഈ പറഞ്ഞിട്ടുള്ള സാലറിയേക്കാൾ ഒരു 25% കുറവിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക. കാരണം ആ ഒരു സാലറി ആയിരിക്കും അവരുടെ കമ്മീഷൻ, മാൻ പവർ കമ്പനിയുടെ കമ്മീഷൻ ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് കമ്പനി ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് ജോലി നേടാം. യാതൊരു തരത്തിലുള്ള സാലറി കട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മാൻ പവർ വഴി ആകുമ്പോൾ നിങ്ങൾക്ക് സാലറി കട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പല കമ്പനിയിലേക്കും മാൻ പവർ വഴി ആളുകൾ കൊടുക്കുന്നുണ്ട്. അതായത് ഇവിടുന്ന് ഇന്റർവ്യൂ വെച്ചിട്ട് അവിടെയുള്ള GCCയിലുള്ള മാൻ പവർ കമ്പനി അവരുടെ സ്റ്റാഫായിട്ട് അവരുടെ വിസയായിട്ട് നിങ്ങൾക്ക് തരിക. ആ മാൻ പവർ കമ്പനി ആയിരിക്കും നിങ്ങൾക്ക് സാലറി കാര്യങ്ങൾ തരിക, അവരായിരിക്കും വിസ തരിക, അവരായിരിക്കും അക്കോമഡേഷൻ തരിക, അവരുടെ പേരിലായിരിക്കും മെഡിക്കൽ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ജോലി ഇതുപോലെയുള്ള എയർപോർട്ടുകളിലാണെങ്കിൽ പോലും നിങ്ങൾ ഏത് കമ്പനിയുടെ ജോലിക്കാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എയർപോർട്ടിൻ്റെ പേരോ അല്ലെങ്കിൽ എയർലൈൻ്റെ പേരൊന്നും പറയാൻ കഴിയില്ല. നിങ്ങളുടെ മാൻ പവർ കമ്പനി ഏതാണോ ആ ഒരു കമ്പനിയുടെ ജോലിക്കാരായിട്ടായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരിക. എന്നാൽ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ വേക്കൻസികളും ഖത്തർ എയർവേസ് എന്ന കമ്പനി ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്ന വേക്കൻസികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള സാലറി ഉണ്ടായിരിക്കും, ഫിക്സഡ് സാലറി ആയിരിക്കും ഉണ്ടാവുക. കൂടാതെ ഒരുപാടധികം ബെനിഫിറ്റുകളുണ്ട്. മികച്ച സാലറി, അതേപോലെ തന്നെ അക്കോമഡേഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അക്കോമഡേഷൻ അലവൻസ് ഉണ്ടായിരിക്കും, മെഡിക്കൽ ഇൻഷുറൻസ്, ആനുവൽ ലീവ്, ടിക്കറ്റ്, സ്റ്റാഫ് ട്രാവൽ അലവൻസ് ഉൾപ്പെടെയുള്ള ഒരുപാടധികം ബെനിഫിറ്റുകൾ ഈ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഏകദേശം ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞെന്ന് വിചാരിക്കുന്നു.
പ്രായം കാര്യങ്ങളൊന്നും കമ്പനി ഇവിടെ അറിയിച്ചിട്ടില്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവസരമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഫ്രഷേഴ്സിന് എക്സ്പീരിയൻസ് ഉള്ളവർക്കുള്ള വേക്കൻസി ഉണ്ട്. കൃത്യമായിട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ പോസ്റ്റുകളിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാമെന്നുള്ളത്. ഏതെങ്കിലും ജോലി ഒഴിവിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഖത്തർ എയർവേസിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലേക്കായിരിക്കും പോവുക. അവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനുള്ള ഒരു ഭാഗം കാണും. അവിടെ ലൊക്കേഷൻ അതേപോലെ തന്നെ ജോബ് റോഡ് സെർച്ച് ചെയ്യാനുള്ള ഒരു കാര്യം കാണും. അവിടെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ലൊക്കേഷൻ എന്ന ഭാഗത്ത് ദോഹ, അതായത് ഖത്തർ ദോഹ, ഖത്തർ എന്നോ ദോഹ എന്നോ അടിച്ചാൽ മതി, അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അത് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ ഏത് ജോലി ഒഴിവിലേക്കാണോ ഇതിലേക്കായിട്ട് അപ്ലൈ ചെയ്യുന്നത് ആ ജോലി ഒഴിവിൻ്റെ പേര്, അതായത് ഏത് ജോലി ഒഴിവാണ്, ഇപ്പോൾ ബാർടെൻഡർ ആണെങ്കിൽ ബാർടെൻഡർ എന്നവിടെ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ബാരിസ്റ്റ ആണെങ്കിൽ ബാരിസ്റ്റ എന്ന് അവിടെ അപ്ലൈ ചെയ്യുക. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഇതിലേക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ജോലിയുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക്, ഞാൻ ഈ പറഞ്ഞതിന് പുറമെയുള്ള ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അതെല്ലാം വായിച്ച് നോക്കിയ ശേഷം നിങ്ങൾക്ക് ആ ഒരു ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ അപ്ലൈ ചെയ്യുന്നൊരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ നിങ്ങളൊരു ഫോം നിങ്ങൾക്കുണ്ടായിരിക്കും. ആ ഫോമിൽ നിങ്ങളുടെ പേര് അതേപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടാകും. അതെല്ലാം ഫില്ല് ചെയ്ത ശേഷം അതിന് താഴെയായിട്ട് CV അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്യുക. CV അപ്ലോഡ് ചെയ്യുമ്പോൾ ATS ഫ്രണ്ട്ലി CV തന്നെ അപ്ലോഡ് ചെയ്യുക. ATS ഫ്രണ്ട്ലി CV നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്കും ATS CV എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ. പിന്നെ CV മാത്രമല്ല, നിങ്ങളുടെ CVയിൽ ചില ഡോക്യുമെൻറ്റ്സ് കൂടെ അറ്റാച്ച് ചെയ്തിട്ട് വേണം നിങ്ങളവിടെ അയച്ചു കൊടുക്കാൻ. അതായത് നിങ്ങളുടെ ATS ഫ്രണ്ട്ലി CV, ഒരു മികച്ച കവർ ലെറ്റർ, നിങ്ങൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്. അതായത് ഇപ്പോൾ സ്പാ തെറാപ്പിസ്റ്റ് എന്ന പോസ്റ്റിലേക്ക് സ്പാ പഠിച്ചെന്ന് തെളിയിക്കാനുള്ള ഒരു രേഖ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ പല പോസ്റ്റുകളിലേക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണെന്ന് തെളിയിക്കാനുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഈ കാര്യങ്ങളെല്ലാം, ഈ ഒരു ഡോക്യുമെൻറ്റ്സ് എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഫയലായിരിക്കണം CVയോടൊപ്പം നിങ്ങൾ ഈ ഒരു ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അയച്ചു കൊടുക്കേണ്ടത്. ഇത്ര കാര്യങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നവർക്ക് ജോലി കിട്ടട്ടെ എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. കാരണം ഖത്തർ എയർവേസ് അല്ലേ, നല്ല സാലറി ഉണ്ടായിരിക്കും. നമ്മുടെയൊക്കെ ലൈഫ്, സാധാരണക്കാരായ നമ്മുടെയൊക്കെ ലൈഫ് സെറ്റാകാൻ അത് മാത്രം മതിയാകും. ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തരുത്. മറ്റുള്ളവരോട് വാക്കൊന്നും കേൾക്കേണ്ട. ഫ്രീ റിക്രൂട്ട്മെൻറ്റാണ്. ധൈര്യപൂർവ്വം അപേക്ഷിച്ചോളൂ. യാതൊരു പ്രശ്നവും ഇതുമൂലം നിങ്ങൾക്ക് ഉണ്ടാവില്ല.